വെൽക്കം ബാക്ക് ഗൈസ്. എന്തിനാണ് ഈ ചൂട്? എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞാൻ റിക്വസ്റ്റ് ഇമെയിൽ അയച്ചിട്ടുണ്ട് എൻ്റെ പാരൻസിന്, ഒന്ന് ബാത്റൂമിലും കൂടെ AC ഫിറ്റ് ചെയ്തിടുക. ഓ മൈ ഗോഡ്, യെസ്. പോരാണ്ട് ചൊറിയണു. കാരണം പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴാണ് ഒന്ന് മര്യാദയ്ക്ക് തേച്ചരിച്ച് കുളിക്കാനുള്ള നേരം കിട്ടിയത് കേട്ടോ. സോ യെസ്, വരും തുടങ്ങാം നമ്മുടെ തേച്ചരിച്ച് കുളിക്കൽ പരിപാടി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ നന്നായിട്ട് ചീകി കൊടുക്കുകയാണ് കേട്ടോ. സോ ബിഫോർ ദിസ് ഞാനൊന്ന് മര്യാദയ്ക്ക് കുളിച്ചിരുന്നത് നമ്മുടെ ഡീപ്പ് ഹെഡ് ടു ടോ ക്ലീനപ്പ് ചെയ്തില്ലായിരുന്നു. യെസ്, ആ വീഡിയോ പോയി കാണുക ഗൈസ്. അതിനകത്ത് നല്ല വൃത്തിയായിട്ട് നമ്മൾ കുളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫോക്കസ്ഡ് ആണ്, കുറച്ച് ഗ്ലോ അപ്പ് അങ്ങനത്തെ സംഭവമാണ്. ആൻഡ് ഈ പാത്രത്തിൽ ഗൈസ് ഫൈനലി കുറച്ച് തുള്ളികളും കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ വളരെ പൗഷ്ടികമായ വളരെ മാജിക്കൽ നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടായിരുന്നില്ലേ? യെസ്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പോയി കാണട്ടാ. ഇതിനകത്തേക്ക് ഈ എണ്ണ നിറക്കുന്നതിന് മുന്നേ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നുള്ളതെല്ലാം ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നിർഗന്ധമെല്ലാം ഫോക്കസ് ചെയ്യണം, കാരണം കുറച്ച് ദിവസമായി ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ട് ആൻഡ് എനിക്ക് ഫീലായി കുറച്ച് എനിക്ക് എണ്ണ വേണം എന്നായിട്ട്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തു. മീൻ വൈൽ ഞാനിവിടെ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കണുണ്ട്, അലോവേറ. അപ്പോൾ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല, കാരണം പണ്ട് ഞാൻ എന്തോരം ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. and അതുപോലെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷെ ഇത് വർക്കാക്കാനായിട്ടുള്ളൊരു രീതിയുമുണ്ട്. നമ്മളങ്ങോട്ട് മുറിച്ച് മാന്തി പറിച്ച ജെല്ലെടുത്തും കൊണ്ട് തേക്കരുത്. നോ, ഇതിനെ മുറിച്ചിട്ട് കുറച്ചിട്ട് ഞാൻ വെള്ളത്തിൽ മുക്കി വയ്ക്കും. മമ്മി പറയും ഇത് വെറുതെ എവിടെയെങ്കിലും സൈഡിൽ വെച്ചാൽ മതി, അപ്പോഴൊരു യെല്ലോ പാർട്ട് ഇങ്ങനെ സ്റ്റിക്കി അതിങ്ങനെ പോയി കിട്ടും. പിന്നെ കഴുകണം എന്തായാലും, ഓക്കെ. എന്നിട്ട് സൈഡിൽ നിന്ന് മുള്ളു കളഞ്ഞിട്ട് നടുക്കിന്ന് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് സോറി എക്സ്ക്യൂസ് മീ ഫോർ ദിസ് അൺഎസ്തെറ്റിക് പിച്ചാത്തി. ഞാൻ എന്ത് ചെയ്യാനാണ് ഗൈസ്? എൻ്റെ പാരൻസിന് ഇത് വെച്ചിട്ട് കുക്കിംഗ് ചെയ്യുമ്പോഴേ തൃപ്തി കിട്ടുള്ളൂ. എനിക്കത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ ജെല്ല് എക്സ്ട്രാക്ട് ചെയ്യാൻ കേട്ടോ. ജെല്ല് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ഇടയ്ക്ക് 1-2 നാര് ആ പച്ച പാർട്ടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ ഇഗ്നോർ ചെയ്യുക, കാരണം അതിനെ മാറ്റാൻ ഇരുന്ന് കഴിഞ്ഞാൽ തലയ്ക്ക് പ്രാന്ത് പിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടണ അത്തരം ജെൽ ഇതിൽ നിന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാം. അതേ കിട്ടി കണ്ട കുറച്ച് പച്ചയൊക്കെ കിടപ്പുണ്ട്. സോ നിങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മളിത് മിക്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ എൻ്റെ അടുത്ത് ഹണി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് ആഡ് ചെയ്യണു. നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ആഡ് ചെയ്യും? 1 to 2 സ്പൂൺ പാല് വിതൗട്ട് പാട എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? പാടയൊക്കെ മാറ്റിയിട്ട് ഇച്ചിരി ആഡ് ചെയ്താൽ മതി. അതും ഓപ്ഷനല്ല, വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ഇത് ഞാനൊന്ന് അരച്ചെടുത്തു, പക്ഷെ പിന്നെ എനിക്ക് തോന്നി നോ, ഒരു അരിപ്പ യൂസ് ചെയ്തൊന്നും കൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ മുടിയുമേ ഇല്ല ഈ അലോവേരയുടെ കുറച്ചൊക്കെ പാർട്സ് ഇങ്ങനെ ഇരിക്കും ഗൈസ്. പിന്നെ കഴുകിയാലും പോകൂല, അവിടെ ഇരിക്കും. പിന്നെ ഉണങ്ങിയാനൊക്കെ ശേഷം വേണം അത് പോകാൻ. അഗൈൻ ഇവിടെ ഒരു അൺഎസ്തെറ്റിക് അരിപ്പ യൂസ് ചെയ്ത് ഞാൻ അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിലിങ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിനൊക്കെ മുമ്പ്. നിർഗന്ധലയിൽ അപ്ലൈ ചെയ്യേണ്ട ഒപ്പം തന്നെ കൈമ ബാക്കിയൊന്നും ഞാൻ ഹെയറിൽ തൂത്ത് കൊടുക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. യെസ്, ഞാൻ തൂത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രം. ഭയങ്കര കൂടെ ഫോക്കസ് ചെയ്തും കൊണ്ട് തൂത്ത് കൊടുത്തില്ല, അല്ലെങ്കിൽ ഈ ജെല്ല് മുടിയുമ്പോൾ പിടിക്കൂലോ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ ഇരിക്കരുത്. ബിക്കോസ് അലോവേറ ജെല്ലിൻ്റെ ഈ ഒരു എന്താ പറയുക മാസ്ക് തന്നെ നല്ല നനവുള്ളതല്ലേ, അപ്പോൾ നന്നായിട്ട് മുടിയുമ്പോൾ നോർമലി തന്നെ പിടിച്ചോളും. അപ്പോൾ എണ്ണ ആദ്യം തൂത്ത് കൊടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് കൈമ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് തൂത്ത് കൊടുത്തുന്നു മാത്രം. ഓക്കെ, എന്നിട്ട് ബാക്കി വന്നതില്ലേ ലെങ്ത്തിൽ ആദ്യം അപ്ലൈ ചെയ്തു, ബാക്കി വന്നതാണ് ഞാൻ ഇവിടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യണത്. അപ്പോൾ വല്ല മുറിഞ്ഞ് പൊട്ടിയൊക്കെ ഇരിക്കുന്ന സ്കാൽപ്പാണെങ്കിൽ തൊടകൂടാതെ വെച്ചാൽ ഇത് തൊടരുത്, അല്ലെങ്കിൽ നീറി ഓടും, മനസ്സിലായാലും. ഇപ്പം എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഞാൻ എൻ്റെ സ്കാൽപ്പും കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അപ്ലൈ ചെയ്തേക്കാം. അല്ലെങ്കിൽ തന്നെ സ്കാൽപ്പിൽ ഫോക്കസ് ചെയ്ത് ഞാൻ ഭയങ്കര എണ്ണ അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് നിർഗന്ധലയിൽ മാത്രമാണ് ആ കുറച്ച് എണ്ണ കാണിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ അത് അപ്ലൈ ചെയ്തത്. കെട്ടിവച്ചു. റോൾ അടിക്കാൻ ഇവിടെ നമ്മൾ ഷവർ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 30 minutes ഒക്കെ ഇത് ഞാൻ ഇവിടെ വയ്ക്കൂട്ടാ. മീൻ വൈൽ നമ്മളിവിടെ മെനിക്യൂർ പെഡിക്യൂർ ചെയ്യാൻ പോണതാണ്. സോ ഈ ഒരു സംഭവം ഞാൻ മേടിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, യൂസ് ചെയ്യാനുള്ള പരിപാടിയൊന്നും ഇല്ല എന്നെ. അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്ത് തന്നെ യൂസ് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്, തല വിരിപ്പിക്കാനായിട്ട്. കണ്ടില്ലേ, ഇതൊക്കെ എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ പറ്റിയതാണ്. പക്ഷെ ഞാൻ ചെയ്യും, ചെയ്യാൻ എനിക്ക് റോൾ അടിക്കാനാണ്, എനിക്ക് സെൽഫ് കെയർ ചെയ്യാൻ, സെൽഫ് ലവ് ഒക്കെ ഭയങ്കര ഒബ്സസീവ്ലി ഞാൻ ചെയ്യും. സോ യെസ്, അപ്പോൾ ഇത് മെനിക്യൂർ ഒപ്പം ചെയ്യാമെന്നാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യണത് തന്നെ പെഡിക്യൂറിലേക്കാട്ടെ. എനിക്ക് അങ്ങ് ഇങ്ങനെ കുനിഞ്ഞ് നിന്നും കൊണ്ട് കൈ അതിനെ മുക്കി വെച്ചതുകൊണ്ട് വാട്ട് അപ്പോൾ അതുകൊണ്ട് പെഡിക്യൂറിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ പാമ്പ് കടിച്ചാണെന്ന് എനിക്ക് തോന്നും, നിങ്ങൾ തെറ്റു. ഓക്കെ, നമ്മളിവിടെ ഓരോ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, അതിനകത്ത് അങ്ങനെ കാണിച്ചിട്ടുണ്ട് ആ പേപ്പർ പാംപ്ലെറ്റിൽ. അതിനകത്ത് 1 2 3 അങ്ങനെയൊക്കെ കുറേ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം നമ്മൾ മുക്കി വെച്ചത് ഒരു സോക്കിംഗ് പാർട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും മുക്കി വയ്ക്കും. ആൻഡ് ഇങ്ങനെ ഓരോരോ കാല് പിടിച്ച് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നടുവിൻ്റെ കാര്യം നല്ല അസലായിട്ടിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഞാൻ ഫുൾ കാല് വൃത്തിയാക്കട്ടെ. കാലിൻ്റെ അടി ഉപ്പൂറ്റി
ഹീൽസ് ഇല്ലേ, യെസ്, അതൊക്കെ നന്നായിട്ട് ക്ലീനാക്കി പുറത്തേക്ക് എടുത്തു. അറ്റ് ദിസ് പോയിന്റ് നമ്മളിവിടെ ഒരു സ്ക്രബ് യൂസ് ചെയ്യാൻ പോട്ടെ. ഇത് വരുന്നില്ലായിരുന്നു, കുത്തി പൊട്ടിച്ച് എന്നോടാ കളി. ഓക്കെ, അപ്പോൾ അതും എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ആക്ച്വലി കുറേ ഡെഡ് സെൽസ് എന്തൊക്കെയാണോ അതൊക്കെ അപ്പോൾ അങ്ങോട്ട് പോയി കിട്ടും. അപ്പം തന്നെ അങ്ങോട്ട് സ്കിൻ തിളങ്ങി പുറത്തേക്ക് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും അത് തന്നെ സംഭവം. നല്ല സ്ക്രബിങ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി ഗൈസ്. ഇതൊക്കെ ചെയ്തതിന് ശേഷമുള്ള ലാസ്റ്റ് നിങ്ങൾ കാണൂല റിസൾട്ട്, അപ്പം നിങ്ങൾ നെട്ടി ഓടും. ഓക്കെ, അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ സ്ക്രബ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ വീണ്ടും മുക്കി കാല് പുറത്തേക്ക് എടുത്തു. ലുക്ക് അറ്റ് മൈ കാൽ, ഇറ്റ് ലുക്സ് സോ പ്ലംപി ഡംപി ജംപി. ഓക്കെ, അപ്പോൾ ഈ വെള്ളം കണ്ടാലും പേടിക്കണ്ടേ, ഇതെൻ്റെ കാലിൻ്റെ അഴുക്കല്ല, ആ പാൻറ്റിന്ന് കളർ ഇറങ്ങിയതാണ്. നിങ്ങൾ എന്നെ തെറ്റി തയ്ച്ചു. ഒന്നും കൂടെ ഞാൻ നല്ല വെള്ളത്തിൽ കാലിനൊന്നും കഴുകിയിട്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ് ദിസ് പോയിന്റ്. ഇതാണ് ഇൻട്രസ്റ്റിംഗ് സ്റ്റെപ്പ്. പക്ഷേ ഇത് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുണ്ട്. ഇതാണ് ബബിൾ ഗം ജെൽ പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റെപ്പ് ഇട്ടാ. അപ്പോൾ കുറച്ചൊരു 300 ml പറഞ്ഞത്, പക്ഷെ അതെന്ത് ml ആണല്ലോ, കുറച്ച് വെള്ളം വേണ്ടേ. 300 ആണോ അതോ 3 ലിറ്റർ ആണോ ഓർമ്മയില്ല. പക്ഷെ കുറച്ച് വെള്ളം എടുത്ത് കാല് മുക്കി വെക്കണം, അത്രയും വെള്ളം വേണ്ട എന്തായാലും. കണ്ട, ഇത് മറ്റേ മാജിക് ബോൾ ഇല്ലേ നമ്മുടെ, അതിട്ട് അങ്ങോട്ട് വീർക്കണ പോലെ തന്നെ ഇത് കുറേ സംഭവങ്ങൾ ഇങ്ങനെ വീർത്തങ്ങോട്ട് വരും കൂട്ടാ. ഒരു ജിഞ്ചാമിഞ്ചി ഫീൽ വരുന്നുണ്ടായിരുന്നു. അത് ഇടുമ്പോൾ ഒരു ഇക്കിളിയൊക്കെ നമുക്കാവും, അങ്ങനത്തെ നല്ലൊരു സംഭവമാണ്. പക്ഷേ അതേ കണ്ട ഇങ്ങനെയൊക്കെ വരും കൂട്ടാ. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ എന്നെ പോലത്തെ വെജിറ്റരം നിങ്ങൾ കാണിക്കരുത്. ഇതിനെ ഞാൻ അങ്ങനെ തന്നെ ബാത്റൂമിൽ കമഴ്ത്തി ഗൈസ്. പിന്നെ ഇതിനെ കഴുകി കളയാൻ പറ്റ പാട് ഞാൻ നോ. നിങ്ങൾ ഈ തെറ്റ് ചെയ്യരുത്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വെള്ളം മണ്ണി കൊണ്ട കളഞ്ഞാൽ മതി. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും നല്ല വെള്ളം വെച്ച് കഴുകി. യെസ്, വെള്ളം അത്യാവശ്യം ഇവിടെ യൂസ് ആവുന്നുണ്ട്. ചൂടിൽ അല്ലെങ്കിൽ തന്നെ വെള്ളത്തിൻ്റെ ക്ഷാമോടെ അതിൻ്റെ ഇടയ്ക്ക് മഹദിയുടെ ബ്യൂട്ടി റീച്വൽസേ തീരണില്ല. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് ഫേസൊക്കെ വാഷ് ചെയ്യാം കേട്ടോ. ബിക്കോസ് നമ്മൾ നല്ലൊരു അടിപൊളി ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാൻ. ആ ഫേസ് മാസ്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഗൈസ്. ആൻഡ് ആ ഫേസ് മാസ്കും ഈ പെഡിക്യൂർ പാക്കറ്റിൽ അതുപോലെ തന്നെ കുറേ നാളായിട്ട് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു, എന്താ ഞങ്ങളൊന്നും യൂസ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മളെപ്പോഴും ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ക്ലീൻ ചെയ്യണം. ഈ വേർത്ത് പടയിളകി ഇരിക്കുകയായിരുന്നു, നന്നായിട്ട് സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നന്നായിട്ടൊക്കെ ക്ലീൻ ഔട്ട് ചെയ്ത്. ഇതുവരെ തീർന്നില്ല. എവിടെ എന്ത് ഫേസ് മാസ്കിൻ്റെ പാട്ട്, എന്നിട്ട് പതുക്കൊന്ന് ഞാൻ ഒപ്പി കൊടുക്കണ്ട്. വളരെ ഡ്രൈ ആക്കരുത് കേട്ടാ. എന്നിട്ട് എവിടെ യൂസ് ചെയ്യാൻ പോകാം ഗൈസ്, 24 കാരറ്റ് ഗോൾഡ് ഫേസ് മാസ്ക്. മമ്മി ഇതിനെ കാണണ്ട, കൊണ്ട വിൽക്കും ഇതിനെ. ഓക്കെ, എന്ത് ചെയ്യാനാ ഗൈസ്, ആൾക്കാർക്ക് ഇടാൻ പോലും കേട്ടിട്ടില്ല. ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകേണ്ട. And look at it, this looks so, നമുക്ക് ആർത്തി വരുത്തുന്ന ഒരു കളർ. ഓക്കെ ദേ കണ്ടാൽ നല്ല ടെക്സ്ചറൊക്കെയാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര തിക്കൊന്നുമല്ല, അങ്ങനത്തെ ഒരു ഇതിൽ. ഞാൻ പോരാണ്ട് മുഖവും നല്ല നനവിലാണല്ലോ, അപ്പോൾ നന്നായിട്ട് അപ്ലൈ ഒക്കെ ആവണുണ്ടായിരുന്നു. അപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്ത് പതുക്കെ വരും തോറും എനിക്ക് ഇത്തിരി ഒരു പുകച്ചിൽ ഫീലായി. നോട്ട് എന്ന് വെച്ചാൽ സഹിക്കാണ്ട് പറ്റണില്ല പണ്ടാറടങ്ങൾ, നോ അതല്ല, പതുക്കെ ഒരു എന്തോ അതെന്തോ ആക്ടിവേറ്റ് ആവണമായിട്ട് എന്തോ ഫീല്, അങ്ങനെ എന്തോ വന്നിട്ടാ. അപ്പോൾ ബാക്ക് ഓഫ് ദ നെക്ക് ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് ഇതിവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു അടിപൊളി DIY സ്ക്രബ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഫിൽട്ടർ കോഫി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് കോഫി അല്ല ഗൈസ്, അത് വിലക്കുള്ള ഫിൽട്ടർ കോഫി റേറ്റ് കുറവാണ്, അത് തന്നെ നമുക്ക് വേണ്ടതും. പിന്നെ നമുക്ക് വേണം ഈ വളരെ തിളങ്ങുന്ന ക്രിസ്റ്റൽസ്. യെസ്, കഴിക്കരുത്, പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ പൊളിയാണ്. ഷുഗർ, യെസ്, അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക. 1:1 സെയിം റേഷ്യോയിലൊക്കെ അങ്ങോട്ട് എടുത്തോട്ടെ. ആൻഡ് നമുക്കില്ലേ കുറച്ചിങ്ങനെ ഇച്ചിരി ഒരയാത്ത പോലത്തെ കുറച്ച് എന്താ പറയുക പാർട്ടിക്കൽസ് ചെറുതായിട്ടുള്ള ഷുഗർ വേണം. അപ്പോൾ നിങ്ങളുടെ വലിയ ഷുഗർ ആയിട്ടുള്ളതാണെങ്കിൽ അതിനൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തു. അപ്പോൾ ഭയങ്കരമായിട്ട് ഓയിൽ ആഡ് ചെയ്യരുത്, ജസ്റ്റ് ഇതിനൊന്ന് ബൈൻഡ് ചെയ്ത് അങ്ങോട്ട് കിട്ടണം, അതാണ് മെയിൻ. നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഇത് മോയ്സ്ചറൈസും ചെയ്യും. സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്, നിങ്ങൾ നെട്ടാൻ റെഡി ആയിക്കോട്ടെ. ബിക്കോസ് ഈ സ്ക്രബ് നിസ്സാരം സ്ക്രബ് അല്ല. അപ്പം ഞാൻ ഇതിലേക്ക് തന്നെ കുറച്ച് ബോഡി വാഷ് അങ്ങോട്ട് ആഡ് ചെയ്ത് അപ്ലൈ ചെയ്യാട്ടെ. എനിക്കങ്ങ് വയ്യ സ്ക്രബ് ചെയ്യുക ആദ്യം എന്നിട്ട് ബോഡി വാഷ് വീണ്ടും, നോ, രണ്ടും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് ചെയ്ത് എളുപ്പപ്പടിയിൽ ഞാൻ തീർക്കും. കാരണം എനിക്ക് ആ ബാത്റൂമിൽ നിൽക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യണ്ടേ. ഞാൻ അതിന് വേണ്ടി പതുക്കെ സമയം എടുക്കണ്ട. അങ്ങോട്ട് ഭയങ്കരമായിട്ട് വരയ്ക്കരുതില്ല, സ്കിൻ ഇറിറ്റേറ്റഡ് ആവും ആൻഡ് റിസൾട്ട്സും കിട്ടില്ല. സ്കിൻ ഒന്നും കൂടെ എന്താ പറയുക ഡാർക്ക് ആവും. അതുകൊണ്ട് പതുക്കെ സ്നേഹിച്ചും കൊണ്ട് ചെയ്തിട്ട് ഒരു 5 minutes വരെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ നോക്കിയോ നിങ്ങൾ ഓടിയോ തിരിച്ചു വരൂ, നമുക്ക് സ്റ്റെപ്സ് ബാക്കിയുണ്ട് ഇനിയും. ഓക്കെ, കണ്ടോ ഗൈസ്, ഇത് ടാനിങ് നല്ല പൊളിയായിട്ട് റിമൂവ് ചെയ്യടാൻ അലോങ് വിത്ത് കുറേ നമ്മുടെ ഡെഡ് സ്കിൻ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ടാവും കേട്ടോ. അതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് റിമൂവ് ചെയ്യണുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ നെട്ടണില്ല, ബിക്കോസ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളതാണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ബോഡി കെയർ ആയിട്ടുള്ളൊരു
എന്താ പറയുക സ്റ്റെപ്പാണ് ഇത്. ഒരു DIY, എൻ്റെ ഫേവറേറ്റ് DIY ആണ്. അതാണ് ഞാൻ ലിപ്സിലും യൂസ് ചെയ്തു. യെസ്, കോഫിയുടെ മണം കാരണം ആര് കൊതിമുട്ടേനെ നക്കരുത്, വിവരം അറിയും. ഓക്കെ, അപ്പം ലിപ്സിലും ഭയങ്കര പതുക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇറിറ്റേറ്റഡ് ആക്കി ഒന്നും കൂടെ ലിപ്സ് പിഗ്മെൻറ്റഡ് ആകും. എന്നിട്ട് എൻ്റെ ഫേവറേറ്റ് റൂട്ട്സിൻ്റെ ഷാമ്പൂ വെച്ചിട്ട് അവിടെ ഷാമ്പൂ ചെയ്യാം. എൻ്റെ പുതിയ കുപ്പിയാണ് ഗൈസ്. സോ കുറച്ച് വെള്ളത്തിനൂടെ മിക്സ് ആക്കി ആൻഡ് നമ്മൾ ഓൾറെഡി നിർഗം തലയിൽ എണ്ണ, ലെങ്ത്തിൽ അലോവേറ ജെൽ മാസ്ക് അതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓർമ്മ ഉണ്ടായിരുന്നില്ലേ? യെസ്. അപ്പോൾ അതൊക്കെ ഇവിടെ വച്ച് 30 minutes ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഷാമ്പു യൂസ് ചെയ്ത് കുറച്ച് നേരം വച്ചേക്കാനിട്ടാ ചൂട് സഹിക്കണ്ട. അപ്പം ഞാൻ വീണ്ടും വേഗം തന്നെ കഴുകിയേക്കാന്ന് വിചാരിച്ചു. 1 to 2 minutes മാത്രമേ വെച്ചുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് മസാജ് ചെയ്ത് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തു, എക്സ്ട്രാ വാട്ടറിനെ സ്ക്വീസ് ഔട്ട് ചെയ്തു. ആൻഡ് ഇവിടെ നെക്സ്റ്റ് ഇനി കണ്ടീഷണറിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ഈ ഒരു ഷാമ്പു ഞാൻ കൂടുതലും സ്കാൽപ്പിൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അതും കുറച്ച് മാത്രമേ എടുത്തിരുന്നുള്ളൂ കേട്ടോ, ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് വേണം നമുക്ക് എന്താ പറയുക ഈ ഒരു അലോവേറ ജെൽ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യില്ല. അതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് അങ്ങോട്ട് നേടി സിൽക്കി ഹെയർ കിട്ടാൻ. അപ്പോൾ കൂടുതൽ ഷാമ്പു യൂസ് ചെയ്താൽ ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടൂല. ഓക്കെ, ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഗൈസ്, എൻ്റെ സ്കിൻ ഗ്ലോയി ആയിട്ടിരിക്കണതൊക്കെ ഞാൻ തന്നെ നെട്ടിരിക്കട്ടെ. ഞാൻ ഈ ഒരു മൂമെൻറ്റിൽ ഞാൻ ഒന്നും അപ്ലൈ പോലും ചെയ്തിട്ടില്ല സ്കിന്നും. എന്നിട്ട് ആ ഒരു ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഗ്ലോ നോക്കിയല്ലേ പൊളിയിട്ട്. എന്തായാലും ലിപ് ബാം ഞാൻ അപ്ലൈ ചെയ്തു, കാരണം സ്ക്രബൊക്കെ ചെയ്തായിരുന്നല്ലോ ലിപ്സുമാ. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് റോസ് വാട്ടർ അങ്ങോട്ട് അടിച്ചു കൊടുത്തു. വാസ് ഫീലിംഗ് ഫ്രഷ്. ആൻഡ് ദെൻ ഞാൻ ഈ ഒരു ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. വേറെ സീറമോ മോയ്സ്ചറൈസറോ ഒന്നുമേ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഒരു മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്തായിരുന്നല്ലോ, ഫേസ് മാസ്ക് നമ്മൾ. എന്നിട്ട് ഈ ഒരു ഷീറ്റ് മാസ്ക് വെച്ചിട്ട് എനിക്ക് എന്താ സ്കിന്നുമ്പോൾ നല്ല ഒരു ഹൈഡ്രേഷൻ വേണം, മോയ്സ്ചറൈസേഷൻ വേണം. സോ ദാറ്റ് ആ ഫേസ് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്തില്ലേ, ഗോൾഡൻ 24 കാരറ്റ് ഗോൾഡ്, യെസ്, അതിൻ്റെ എഫക്റ്റ് ഫുൾ ലോക്ക് ആക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്താ ഇതിനകത്തുനിന്ന് തുള്ളി കിട്ടുന്നില്ല. How could this happen? ഓക്കെ, പക്ഷേ എങ്ങനെയും കണ്ടൊക്കെ മുക്കി പിഴിഞ്ഞ് 1-2 ഡ്രോപ്സ് കിട്ടി. കാരണം എനിക്കത് കഴുത്തിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യണം. പക്ഷേ കിട്ടിയില്ല അത്രയും. കുറച്ച് കയ്യിലും പിന്നെ കുറച്ച് ആർക്കാണ്ടോ വേണ്ടി ഒക്കാനിക്കാനായിട്ട് എന്താ പറയുക എൽബോസിൽ ഞാൻ അപ്ലൈ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ എൻ്റെ കൈകൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് ഇവിടെ ബോഡി ലോഷൻ ഉണ്ട്. ഈ ഒരു അലോവേറ ബോഡി ലോഷൻ എന്തൊരു ലൈറ്റ് വെയ്റ്റഡ് ഗൈസ്. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്ന, വളരെ സ്റ്റിക്കി ആക്കൂല കേട്ടോ. എനിക്കിത് സമ്മർ ടൈമിൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ. മനസ്സിലായി, നല്ല ഇങ്ങനെ ഫോറസ്റ്റി കാട്ടിൽ പോയിരിക്കുന്നു അങ്ങനത്തെ ഒക്കെ അവിടെ നല്ല സ്മെല്ലായിരുന്നു വരുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ പെഡിക്യൂറിൻ്റെ 2 steps ബാക്കിയുണ്ട്. ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആദ്യം ഈ ഒരു എന്താ പറയുക മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഒരറ്റം പോലും ഞാൻ വിട്ട് കൊടുക്കണില്ല. ആൻഡ് ഇത് നല്ല മോയ്സ്ചറൈസിങ് ആയിരുന്നു ഗൈസ്. ആക്ച്വലി ഞാൻ യൂസ് ചെയ്യണ എൻ്റെ നോർമൽ എന്താ പറയുക ഫുഡ് ക്രീമിൽ അതിനെക്കാട്ടും മോയ്സ്ചറൈസിങ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഒരു മസാജിങ് ക്രീം. ആൻഡ് ഗെസ് വാട്ട്, ഇതിനെ മസാജ് ചെയ്ത് നമ്മൾ തുടച്ചൊന്നും കളയില്ല. ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു മാസ്ക് ആണ്, മസാജിങ് മാസ്ക് കേട്ടോ. പക്ഷേ ഇതിനെ നമ്മൾ തുടച്ച് കളയില്ല, വേണമെങ്കിൽ തുടച്ച് കളയാം, ഇഷ്ടമുള്ള പോലെ തന്നിഷ്ടം നിങ്ങൾ കാണിച്ചു വന്നു അതിനകത്ത് എഴുതിയിരുന്നത്. അപ്പോൾ നല്ലോണം ഞാൻ അപ്ലൈ ചെയ്തിട്ട് നല്ല മസാജ് കൊടുത്തു. എൻ്റെ ഈ കാണിക്കണില്ലേ ഞാനിങ്ങനെ ഫിംഗർ ഇട്ടും കൊണ്ട് ഓ ഗോഡ് ഗൈസ്, ബോഡിയിലെ സ്ട്രെസ്സും ടെൻഷനൊക്കെ എങ്ങനെ പോയെന്ന് ചോദിക്കണം. നല്ല റിലാക്സിങ് ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങൾ നോർമലി രാത്രി കിടക്കണേ മുമ്പ് ചെയ്താലും നല്ല ഉറക്കം കിട്ടും. ലുക്ക് അറ്റ് മൈ ബേബി സോഫ്റ്റി ലെഗ്സ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പെഡിക്യൂർ അടിപൊളിയായിട്ട് തോന്നിയിട്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുള്ളത് പറയിട്ടാണ്, ബിക്കോസ് ഞാൻ ഓൾറെഡി സുഖിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ മീൻവൈൽ നമ്മുടെ ഇവിടെ ഷീറ്റ് മാസ്ക് 15 minutes ഒക്കെ വച്ചിട്ട് സെറ്റായിട്ടുണ്ട്. ആൻഡ് ദെൻ സീ ദ റിസൾട്ട്സ് ഗൈസ്. ആൻഡ് ഷിയാന എൻ്റെ പോസ്റ്റ് പീരിയഡ് ഗ്ലോ അപ്പ് അങ്ങോട്ട് ഗ്ലോയി ആയി മാറി. ഐ വാസ് ഫീലിംഗ് സോ ഗുഡ്. ആൻഡ് മീൻവൈൽ എൻ്റെ ഇവിടെ എക്സ്ട്രാ എന്താ പറയുക മുടിന്നുള്ള വെള്ളം അതും പോയി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ടച്ച് ചെയ്തപ്പോഴേ എനിക്ക് ശരിക്കും എൻ്റെ മുടി എന്തൊരു സോഫ്റ്റാ ഗൈസ് ഫീൽ ആയത്. വായ തുറന്ന് നോക്കിയിരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ ഇതൊക്കെ പോയി ചെയ്യുക. സെൽഫ് ലവ് സെൽഫ് കെയർ ഒക്കെ ചെയ്യുക ഗൈസ്. നെക്സ്റ്റ് ലെവൽ ഫീൽ ആണ് കിട്ടണം. അപ്പോൾ ശരി കാണിച്ച എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വേഗം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കണ്ട് എല്ലാവർക്കും പോയി അങ്ങോട്ട് ഷെയർ ചെയ്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വേഗം ചെയ്തേക്കണം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ. ഇത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും നല്ല ഉറക്കം വരും.